എന്നാണ് കണക്ക്. DCC നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. ഭരണമുറപ്പെന്ന കോൺഗ്രസ് വിലയിരുത്തൽ 88 മുതൽ 100 സീറ്റ് വരെ വിജയിക്കുമെന്നാണ് കണക്ക്. DCC നേതൃത്വത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ ഒരു സമൂഹം എന്ന നിലയിൽ നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട നടുക്കുന്ന ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്തയിൽ നിന്നാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടി വരുന്നത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ കൊടും ക്രൂരത. രക്ഷകന്റെ വേഷത്തിലെത്തിയ വ്യാപാരി നേതാവ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഈ മാസം 4-ന് പുലർച്ചെ കായംകുളത്താണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദിനെതിരെയാണ് പരാതി. സംഭവം പുറത്തു പറയരുതെന്ന് സിനിൽ സബാദും അയാളുടെ ആളുകളും ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാനിൽ അല്പസമയത്തിനകം തുടക്കമാകും. ഇറാൻ സംഘവുമായി പാക് പ്രധാനമന്ത്രി ചർച്ച പൂർത്തിയാക്കി. അമേരിക്ക ഇറാൻ നേരിട്ട് ചർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് നിർണായകം. ദിവസങ്ങൾക്ക് മുന്നേ കളിച്ചുല്ലസിച്ചു നിന്ന വീട്ടുമുറ്റത്ത് അനക്കമില്ലാതെ കിടക്കുന്ന ശ്രീനന്ദയെ കണ്ട് യാത്ര ചൊല്ലാൻ ആ നാട് മുഴുവനെത്തി. പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ നിന്ന് ചിതയൊരുക്കിയ ഐവർ മഠത്തിലേക്ക് അവളെ മാറ്റുമ്പോൾ കഴിഞ്ഞ 4 നാളും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ എല്ലാം നെഞ്ച് നേറിക്കാണും. ഒരു നാടിനെ കണ്ണീർ കയത്തിലാക്കി ശ്രീനന്ദ എന്ന കൊച്ചുമിടുക്കി എന്നേക്കുമായി മടങ്ങി. ന്യൂസ് ഡെസ്ക് ബിഗ് TV. സോഷ്യൽ മീഡിയ താരവും നടിയുമായ കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം റദ്ദാക്കാൻ പോലീസ്. വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാഹം കഴിച്ചയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾക്ക് പുറമെ SC/ST പീഡന നിരോധന നിയമവും ചുമത്തി.